ഹായ് ഹലോ നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ റീസെൻ്റായിട്ട് ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, അണ്ടർ 40,000 ബെസ്റ്റ് ലാപ്ടോപ്സ് എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ താഴെ എനിക്ക് ഒരുപാട് കമൻറ്റ്സ് ഇപ്പോൾ വരുന്നുണ്ട്. അതുപോലെ എനിക്ക് പേഴ്സണൽ കുറച്ച് മെസ്സേജ് വരുന്നുണ്ട്. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ കണ്ടൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് ലാപ്ടോപ്പാണ് ബെസ്റ്റ് എന്നുള്ള രീതിയിലുള്ള കമൻറ്റ്. അതായത് ഇപ്പോൾ ഓട്ടോകാഡ് ചെയ്യാൻ വേണ്ടി ഏതാണ് ബെസ്റ്റ് ലാപ്ടോപ്പ്, അല്ലെങ്കിൽ എക്സൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഏതാണ് ലാപ്ടോപ്പ്, എഡിറ്റിങ്ങിന് ഏതാണ് ബെസ്റ്റ് ലാപ്ടോപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമൻറ്റ്സ്. അപ്പോൾ നിങ്ങളൊരു പുതിയതായിട്ടൊരു ലാപ്ടോപ്പ് എടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു പർട്ടിക്കുലർ സംഭവം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലാപ്ടോപ്പ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്നാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഒരുപാട് പേർക്ക് ഇത് ആവശ്യമുള്ളൊരു വീഡിയോ ആണെന്ന് തോന്നിയതുകൊണ്ടാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ആദ്യമായിട്ട് നിങ്ങൾ ഏത് ലാപ്ടോപ്പ് ബ്രാൻഡാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുള്ളത് സെലക്ട് ചെയ്യുക. അതിന് പ്രത്യേകിച്ച് കാരണങ്ങളോ സംഭവങ്ങളോ ഒന്നും നിങ്ങൾ നോക്കണ്ട. നിങ്ങളിപ്പോൾ ഒരാളെടുത്ത് ലാപ്ടോപ്പ് ബ്രാൻഡ് ഏതാണ് നല്ലതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലർ പറയും, ചിലപ്പം HP എന്ന് പറയും, അല്ലെങ്കിൽ ചിലപ്പോൾ ലെനോവ എന്ന് പറയും, ചിലപ്പോൾ ഡെല്ല എന്ന് പറയും. അത് ചിലപ്പോൾ അവർ യൂസ് ചെയ്യുന്ന ലാപ്ടോപ്പ് ബ്രാൻഡ് അനുസരിച്ചായിരിക്കും അവർ പറയുന്നത്. ഇപ്പോൾ എന്നെ സംബന്ധിച്ചോളം ഞാൻ ഡെല്ല് യൂസ് ചെയ്തിട്ടുണ്ട്, HP യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ട് ഏത് വേണമെന്നുണ്ടെങ്കിലും സെലക്ട് ചെയ്യാം നിങ്ങൾക്ക്. അത് എന്നോട് ചോദിച്ചാൽ ഞാൻ അത് രണ്ടേ പറയത്തുള്ളൂ, കാരണം ഞാൻ അത് രണ്ടും മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. എല്ലാ ലാപ്ടോപ്പും നമുക്ക് വാങ്ങിച്ച് യൂസ് ചെയ്ത് നോക്കാനൊന്നും പറ്റത്തില്ലല്ലോ. അപ്പോൾ നിങ്ങൾ ഏത് ബ്രാൻഡാണെന്ന് ഫസ്റ്റ് സെലക്ട് ചെയ്യാം. അതിനുശേഷം നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് ലാപ്ടോപ്പ് വാങ്ങുന്നതെന്ന് നോക്കുക. ഇപ്പം ചില ആൾക്കാർ ചിലപ്പോൾ ഒരു ലാപ്ടോപ്പ് വേണം, ഏതെങ്കിലും ഒരു ലാപ്ടോപ്പ് കയ്യിലുള്ളത് നല്ലതാണ് എന്നുള്ള രീതിയിൽ വാങ്ങിക്കുന്ന ആൾക്കാരുണ്ട്. സോ അങ്ങനെയുള്ള ആൾക്കാർക്ക് നിങ്ങൾക്കൊരു അണ്ടർ 40,000 ലാപ്ടോപ്പ് വാങ്ങിയാൽ മതി. അതേപോലെ തന്നെ അതിൽ നിങ്ങൾക്ക് നോർമലായിട്ടുള്ള എല്ലാ പരിപാടികളും നടക്കും. ഇപ്പം നിങ്ങൾക്ക് വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ അത്രയും ബഡ്ജറ്റുള്ള ഒരു ലാപ്ടോപ്പ് മതി. അത്യാവശ്യം ബ്രൗസിങ് കാര്യങ്ങളും സ്റ്റോക്ക് മാർക്കറ്റ് സംഭവം നോക്കാൻ വേണ്ടിയിട്ട്, പിന്നെ എക്സൽ, പവർ പോയിൻറ്റ് സംഭവം, MS വേർഡ്, അതേപോലത്തെ പരിപാടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു 40,000 ലാപ്ടോപ്പ് മതി. സോ 40,000 ലാപ്ടോപ്പാണ് നിങ്ങൾ നോക്കുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ ആ വീഡിയോയിൽ വളരെ ഡീറ്റെയിൽഡായിട്ട് ഏതൊക്കെ ലാപ്ടോപ്സ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. അതിൽ അത്യാവശ്യം എല്ലാ ബ്രാൻഡ്സിനെയും മെൻഷനും ചെയ്യുന്നുണ്ട്. അതിൽ നിന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇവിടെ കാർഡിൽ കൊടുത്തേക്കാം. അപ്പോൾ ആ വീഡിയോ കാണുക. അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ എല്ലാ ലാപ്ടോപ്സിനും ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഡീറ്റെയിൽസ് വായിച്ച് നോക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അത് പർച്ചേസ് ചെയ്യാം. ഓക്കെ, ഇനി 40,000 എബോവ് ആണ് നിങ്ങൾ നോക്കുന്നതെന്നുണ്ടെങ്കിൽ അണ്ടർ 60,000 എന്ന് പറയുന്നൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ കാർഡിൽ കൊടുക്കാം. അവിടെ പോയാലും നിങ്ങൾക്ക് ഞാൻ അത്യാവശ്യം റിസർച്ച് ചെയ്തിട്ടെടുത്തിട്ടുള്ള ലാപ്ടോപ്സാണ് അതിൽ കൊടുത്തിട്ടുള്ളത്. അത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. ഇനിയാണ് പ്രധാനപ്പെട്ട കാരണം, നിങ്ങളൊരു പർട്ടിക്കുലർ സംഭവത്തിന് വേണ്ടിയിട്ടാണ് ലാപ്ടോപ്പ് പർച്ചേസ് ചെയ്യുന്നത്. അതായത് നിങ്ങൾക്ക് ഓട്ടോകാഡ് ചെയ്യണം, നിങ്ങൾക്കൊരു ലാപ്ടോപ്പ് വേണം. നിങ്ങൾ എന്ത് ചെയ്യും? സിമ്പിളാണ്. ഗൂഗിളിൽ പോവുക, മിനിമം റിക്വയർമെൻറ്റ്സ് ഫോർ ഓട്ടോകാഡ് എന്ന് സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കൊരു മിനിമം റിക്വയർമെൻറ്റ്സ് കിട്ടും. ആ റിക്വയർമെൻറ്റ്സ് നോക്കിയിട്ട് നിങ്ങൾ ലാപ്ടോപ്പ് പർച്ചേസ് ചെയ്യുക. ഓക്കെ, ഇനി ഒരു പ്രധാനപ്പെട്ട കാരണം, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കാം കേട്ടോ. ഞാൻ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. കാരണം ഈ കമൻറ്റ് ചെയ്യുന്ന സമയത്തുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കമൻറ്റ്സ് മാത്രമേ നമ്മൾ ശ്രദ്ധിക്കത്തുള്ളൂ. പഴയ കമൻറ്റ്സ് അതിൻ്റെ അടിയിലായിട്ട് പൊയ്ക്കൊണ്ടിരിക്കും. അതേപോലെ നമ്മൾ റിപ്ലൈ ചെയ്യുന്ന കമൻറ്റ്സിൻ്റെ അടുത്ത റിപ്ലൈ നമുക്ക് ഒരിക്കലും കാണാൻ പറ്റത്തില്ല. അത് നമ്മൾ തപ്പിയെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായി യൂട്യൂബിൽ കമൻറ്റ് സെക്ഷനിൽ നിന്ന്. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യാതെ ഇൻസ്റ്റാഗ്രാമിൽ കമൻറ്റ് ചെയ്യുന്നതിന് കുഴപ്പമില്ല. സിംഗിൾ കമൻറ്റൊക്കെയാണ് നമുക്ക് റിപ്ലൈ കൊടുക്കാം. പക്ഷേ കണ്ടിന്യൂസ് ആയിട്ടുള്ള കമൻറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റത്തില്ല. നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടി എനിക്ക് റിപ്ലൈ തരാൻ പറ്റും. ഓക്കെ, ഓട്ടോകാഡിനെ സംബന്ധിച്ചോളം നിങ്ങൾക്കൊരു മിനിമം റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത് 8 GB റാം നിങ്ങൾക്ക് മിനിമം വേണം. അതേപോലെ i5 ഒരു 10th gen എങ്കിലും നിങ്ങൾക്ക് വേണം. അപ്പോൾ തന്നെ നിങ്ങളുടെ ബഡ്ജറ്റ് 40,000 മുകളിലാവും. ഓക്കെ, അപ്പോൾ 40,000 നിങ്ങൾ ഓട്ടോകാഡ് ചെയ്യാനുള്ള ലാപ്ടോപ്പ് തപ്പി നടക്കരുത്. നിങ്ങളുടെ ബഡ്ജറ്റ് ഒരു 50,000 എങ്കിലും ആക്കുക. എന്നാൽ മാത്രമേ കുറച്ചും കൂടി നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന, കാരണം ഓട്ടോകാഡ് നിങ്ങൾ പഠിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കതൊരു കരിയർ ആക്കാൻ വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങളുടെ പ്രൊഫഷനുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും നിങ്ങൾ പഠിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു ബെസ്റ്റ് ലാപ്ടോപ്പാണ് നല്ലത്. നിങ്ങളൊരു ലാപ്ടോപ്പ് വാങ്ങിയിട്ട് പിന്നെ ഒരു 6 മാസം കഴിഞ്ഞോ അല്ലെങ്കിൽ ഒരു വർഷം കഴിഞ്ഞോ അടുത്ത ലാപ്ടോപ്പ് മേടിക്കുന്നതിനെക്കാട്ടും നല്ലത് ഒരു 4 വർഷത്തേക്ക് അല്ലെങ്കിൽ 5 വർഷത്തേക്ക് വേണ്ടിയിട്ട് ഉള്ളൊരു ലാപ്ടോപ്പ് പർച്ചേസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഇറങ്ങുന്നതിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രൊസസ്സറുള്ള ലാപ്ടോപ്പ് തന്നെ പർച്ചേസ് ചെയ്യുക. വീഡിയോ എഡിറ്റിങ്ങിൻ്റെ കാര്യം നോക്കുന്ന സമയത്ത് ഈ വീഡിയോ എഡിറ്റിംഗ് നമുക്ക് പല സോഫ്റ്റ്വെയർസ് ചെയ്യാം. ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് ഫിലിമോറയിലാണ്. അപ്പം അഡോബി ഫിലിമോറ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് അത്യാവശ്യം എല്ലാവരും 40,000 ലാപ്ടോപ്പ് ആണെന്നെങ്കിലും അതിൽ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യും. പക്ഷേ ചെറുതായിട്ട് റെൻഡറിങ് സ്പീഡൊക്കെ കുറവായിരിക്കും. നിങ്ങൾ 4Kയിലേക്ക് എഡിറ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നടക്കത്തില്ല. ഇനി പ്രീമിയർ പ്രോ ആണ് നിങ്ങൾ എഡിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സോഫ്റ്റ്വെയർ എന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ നിങ്ങളുടെ ബഡ്ജറ്റ് ഒരു 50,000 മുകളിലേക്ക് ആക്കേണ്ടതായിട്ടുണ്ട്. അഡോബി പ്രീമിയർ പ്രോ റൺ ചെയ്യാൻ വേണ്ടിയിട്ട് അത്യാവശ്യം നല്ല സ്പെക്ക് വേണം. അപ്പോൾ ആ സ്പെക്ക് നിങ്ങൾക്ക് ഗൂഗിളിലൊന്ന് സെർച്ച് ചെയ്തിട്ട് ആ സ്പെക്കുള്ള ലാപ്ടോപ്സ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഇനി ഗെയിമിങ് നിങ്ങളൊരു കരിയറായിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ
ബഡ്ജറ്റ് കൂട്ടുക, ഒരു 60,000 മുകളിലുള്ള ലാപ്ടോപ്സ് പർച്ചേസ് ചെയ്യുക, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഗെയിമിംഗ് പ്രൊസസ്സറുകൾ പർച്ചേസ് ചെയ്യുക, ഗെയിമിങ്ങിന് വേണ്ടിയിട്ട് പർട്ടിക്കുലർ ഡിസൈൻ ചെയ്യുന്ന പ്രൊസസ്സറുകളുണ്ട്, അത് പർച്ചേസ് ചെയ്യുക, റാം കൂടുതലുള്ള ലാപ്ടോപ്സ് പർച്ചേസ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ ഗെയിമിങ്ങിന് വേണ്ടിയിട്ടാണ് ലാപ്ടോപ്പ് നോക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും ലാപ്ടോപ്പ് നിങ്ങൾക്ക് ഗെയിമിങ്ങിന് റെക്കമെൻഡ് ചെയ്യില്ല. നിങ്ങൾക്ക് ആ ഒരു 50,000 ബഡ്ജറ്റിലൊക്കെ നിങ്ങൾക്ക് നല്ലൊരു ഗെയിമിംഗ് PC ബിൽഡ് ചെയ്യാൻ പറ്റും. അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന ഒരു PC ഒക്കെ ബിൽഡ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഗെയിമിംഗ് ആണ് നിങ്ങൾ നോക്കുന്നത്, നിങ്ങൾ ഒരു PC അസംബിൾ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ഗെയിമിംഗ് PC അസംബിൾ ചെയ്യുക. അതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. അപ്പം ലാപ്ടോപ്സിനെ പറ്റി അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് മെസ്സേജ് അയക്കാം. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. പിന്നെ എല്ലാത്തിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. എന്നിട്ടും ഡൗട്ട് ഉണ്ടെങ്കിൽ മാത്രം മെസ്സേജ് അയക്കുക. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.